ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം സുഖമല്ലേ? നമ്മളിവിടെ അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മരണവും ജീവിതവും. മരണവും ജീവിതവും എന്താണ്? ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. മനുഷ്യ ചിന്തകളെയും സാഹിത്യത്തെയും തത്വചിന്തകളെയും എക്കാലത്തും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള രണ്ട് പ്രതിഭാസങ്ങളാണിവ. ഇവ രണ്ടും പരസ്പര പൂരകങ്ങളാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? മരണമുള്ളത് കൊണ്ടാണ് ജീവിതത്തിന് ഇത്രയേറെ മൂല്യമുണ്ടാകുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം പരിമിതമാണെന്ന തിരിച്ചറിവാണ് ഓരോ നിമിഷവും ആസ്വദിക്കാനും സ്നേഹിക്കാനും ലക്ഷ്യങ്ങൾക്കായി അധ്വാനിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നത്. മരണം ഒരു അവസാനം അല്ല, മറിച്ച് എന്താണ്? ജീവിതത്തിൻ്റെ പൂർണ്ണതയാണ്. പല തത്വചിന്തകന്മാരും അതിനെക്കുറിച്ച് ഒരുപാട് വേർഡ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, മരണത്തിനെ കുറിച്ച് മാത്രം ഞാൻ ജസ്റ്റ് പറയട്ടെ. അതായത് നമ്മളെ മരിച്ചു പോയാൽ എന്താ സംഭവിക്കുക എന്ന് നിങ്ങൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? വെറുതെ ജസ്റ്റ് ഇരിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. യാഥാർത്ഥ്യമായ ഒരു സത്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളെ കാണാൻ അവസാനമായിട്ട് നമ്മളെ കാണാൻ വന്നവരൊക്കെ തൊട്ടടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ വർത്തമാനം പറയുന്നുണ്ടാവും. കുറേ കാലമായിട്ട് കാണാത്തവരൊക്കെ അവിടെ നിന്ന് അവരുടെ സൗഹൃദം പുതുക്കുന്നുണ്ടാവും. ധൃതിയിൽ വന്ന് നമ്മളെ ഒന്ന് കണ്ടിട്ട് ചില ആളുകളൊക്കെ അവരുടെ തിരക്കിലോട്ട് വീണ്ടും ഓടിപ്പോകുന്നുണ്ടാവും. പിന്നെ നമ്മളെ മറച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ, ഖബറിൻ്റെ അടുത്ത് നിന്ന് ഭൂരിഭാഗം ആളുകളൊക്കെ പിരിഞ്ഞു പോകും. വീട്ടിൽ പിന്നെയും ബാക്കി വന്നവരൊക്കെ എന്താ ചെയ്യുക? അവർക്ക് തിരിച്ചു പോകാനുള്ള വണ്ടികൾ അറേഞ്ച് ചെയ്യും. രാത്രിയോടുകൂടി ഏകദേശം കരച്ചിലൊക്കെ അവസാനിച്ച് നാട്ടിലെ കച്ചവടവും രാഷ്ട്രീയവും ആഘോഷങ്ങളൊക്കെ ഒരു മുടക്കില്ലാണ്ട് പതിവ് പോലെയൊക്കെ തന്നെ നടക്കും. 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? വീട്ടിലെ ടി വിയൊക്കെ ഒന്ന് ജസ്റ്റ് ഓണാവും. ആദ്യമൊക്കെ ഒരു വാർത്ത വരും, പിന്നെ ഇങ്ങനെ സിനിമ, കോമഡി അങ്ങനെ ഒക്കെ ആയിട്ട് അവരങ്ങനെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് ചിരിച്ചൊക്കെ തുടങ്ങും. ജീവിതം എത്ര സിമ്പിളാണ് അല്ലേ? ഞാൻ ഒറ്റ വാക്കിൽ ഇതൊക്കെ പറഞ്ഞു. നമ്മളെ ജീവിതം എത്ര സിമ്പിളാണ്. ഇല്ലാതായതേ നമ്മൾ മാത്രമാണ്. അതുകൊണ്ട് ഉള്ള കാലത്ത് അറിഞ്ഞും ആസ്വദിച്ചും നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ പറ്റണം. ഈ ലോകത്തിൽ ജനിച്ച ഏതൊരു ജീവിക്കും മാറ്റമില്ലാത്ത ഒരേ ഒരു സത്യം മരണമാണ്. എങ്ങനെ മരിക്കും എന്നതിലല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് കാര്യം. ജീവിതം ഒരു യാത്രയാണെങ്കിൽ മരണം അതിൻ്റെ ഒരു വിശ്രമ കേന്ദ്രമാണ്. തനിക്ക് ലഭിച്ച ജീവിതത്തെ സ്നേഹത്തോടെയും അർത്ഥപൂർണമായും ജീവിച്ചു തീർക്കുക എന്നതാണ് പ്രാധാന്യം. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ജീവിതം മനോഹരമാണ് അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളെ ജീവിതം മനോഹരമാണ്. മനോഹരമായ ഒരു ജീവിതം നയിച്ച ഒരാളുടെ ഓർമ്മകൾ മരണശേഷം ജീവിക്കും. നമുക്ക് തന്നെ അറിയാലേ, വലിയ വലിയ പ്രസിദ്ധമായ ഒരുപാട് ആളുകൾ നമുക്കെല്ലാം ഇപ്പോഴും നമ്മൾ ഓർത്ത് നിൽക്കുന്നു, നമ്മൾ പഠിക്കുന്നു. ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ മരിക്കുന്നത് അയാളുടെ ശരീരം ഇല്ലാതാകുമ്പോഴല്ല, മറിച്ച് തൻ്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ അയാളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ലാതാകുമ്പോഴാണ്. മരണം ഒരു നല്ല അധ്യാപകനാണെന്ന് ഞാൻ പറയുന്നു. നമ്മൾ ഇവിടെ ഒരു ശാശ്വതരല്ലെന്നും അഹങ്കാരങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ലെന്നും അത് നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മരണത്തെ ഭയപ്പെടുന്നതിനേക്കാൾ അത് നൽകുന്ന വലിയൊരു പാഠം ഇതാണ്: നാളെ എന്തെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇന്ന് കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുക മാത്രം പോരാ, സ്നേഹിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. നാളെ നമ്മളെല്ലാം ഒരു ഓർമ്മ മാത്രമായിട്ട് മാറും. അതുകൊണ്ട് പരിഭവങ്ങളും ദേഷ്യവും മാറ്റിവെച്ച്
കൂടെയുള്ളപ്പോൾ ഹൃദയം തുറന്ന് നമ്മൾ സ്നേഹിക്കുക. വിഷമങ്ങളുണ്ടാവും, സഹിക്കാൻ പറ്റാത്ത, പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ മരണം നമുക്ക് തരുന്ന ഒരു സന്ദേശം എന്താണെന്നറിയാം? നമ്മൾ ഇവിടെ താൽക്കാലികമായി വന്ന ഒരു യാത്രക്കാർ മാത്രമാണ്. പിണങ്ങിയിരിക്കാൻ മാത്രമുള്ള സമയമൊന്നും ഇവിടെ ആർക്കും ഇല്ല. കടലാസിൽ എഴുതിയാലേ നമുക്ക് ചിലപ്പോൾ മായ്ക്കാൻ പറ്റും, പക്ഷേ ഹൃദയത്തിൽ എഴുതിയതേ മായ്ക്കണമെങ്കിൽ കാലത്തിന് പോലും കഴിയില്ല എന്ന കവികൾ പറയുന്നു. അപ്പോൾ ജീവിക്കുന്ന കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കുക എന്ന് പറഞ്ഞ് ഒരു ചെറിയ സന്ദേശം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമ്മളെല്ലാവരും ഭൂമിയിൽ അള്ളാൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്വത്തോടു കൂടെ നമ്മളെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച ആ ദൈവത്തിൽ വിശ്വസിക്കുക. ഇതൊന്നുമല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ ശ്രമിക്കുക. സന്തോഷങ്ങൾ കണ്ടെത്തുക, സങ്കടങ്ങളെ മറക്കുക, നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. നമുക്ക് എപ്പോഴും പറയാനുള്ളത് അതാണ്. എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ നല്ലൊരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയൊരു എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എൻ്റെ വീഡിയോ, എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്തിട്ടും കൂടെ കൂട്ടാം. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.